നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവിധ ജില്ലകളിലായി 10-ലധികം വിവാഹം കഴിച്ച യുവതിയുടെ അറസ്റ്റിന് പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അറസ്റ്റിലായ രേഷ്മ സുഹൃത്തിനെ സഹായിക്കുവാനും വിവാഹം നടത്തിയെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. രേഷ്മ മുൻപ് തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന കാലത്തായിരുന്നു വിവാഹം. ഒന്നിച്ചു താമസിച്ചിരുന്ന സുഹൃത്തുക്കളിൽ ഒരാളെ വീട്ടുകാർ കല്യാണത്തിന് നിർബന്ധിച്ചു. രേഷ്മയുടെ വിവാഹം പറഞ്ഞ യുവാവ് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. യുവാവ് രേഷ്മയെ വിവാഹം കഴിക്കുകയും ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ രേഷ്മ ഇവിടെ നിന്ന് മുങ്ങിയെന്നും പോലീസ് പറയുന്നുണ്ട്. എറണാകുളം ഉദയംപേരൂർ സ്വദേശി രേഷ്മ 10 പേരെ വിവാഹം കഴിച്ചതായാണ് പോലീസ് പറയുന്നത്. ആര്യനാട് സ്വദേശിയായ പഞ്ചായത്ത് അംഗത്തെ വിവാഹം കഴിക്കാൻ എത്തിയപ്പോഴാണ് രേഷ്മ പിടിയിലായത്. രേഷ്മയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് വിവാഹത്തിന് തൊട്ടുമുൻപ് ബാഗ് പരിശോധിച്ചപ്പോഴാണ് മറ്റൊരാളെ വിവാഹം കഴിച്ചതിന്റെ രേഖകൾ ലഭിച്ചത്. തുടർന്നായിരുന്നു അറസ്റ്റ്. രേഷ്മയെ കസ്റ്റഡിയിൽ വാങ്ങുവാൻ പോലീസ് ഉടൻ നെടുമങ്ങാട് കോടതിയിൽ അപേക്ഷ നൽകും. 2014 എറണാകുളം സ്വദേശിയെയാണ് രേഷ്മ ആദ്യം വിവാഹം ചെയ്തത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട വൈക്കം സ്വദേശിയെ 2022 വിവാഹം ചെയ്തു. ട്രെയിൻ യാത്രക്കിടയിൽ പരിചയപ്പെട്ട അങ്കമാലി സ്വദേശി, തിരുവനന്തപുരം, കൊല്ലം, തൊടുപുഴ, വാളകം സ്വദേശികൾ തുടങ്ങിയവരെയും വിവാഹം ചെയ്തു. വിവാഹശേഷം കൂടുതൽ കാലം ഒന്നിച്ച് ജീവിച്ചത് കൊല്ലം സ്വദേശിയോടൊപ്പമാണ്. ഭൂരിഭാഗം പേരെയും ഒരാഴ്ചയ്ക്ക് ശേഷം ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് രീതി. ഇവർക്ക് ഇതിനിടയിൽ ഒരു മകനും ജനിച്ചു. പിടിയിലാകുമ്പോൾ നെടുമങ്ങാടിന് സമീപത്തെ പഞ്ചായത്ത് അംഗം, കോട്ടയം സ്വദേശി, തിരുമല സ്വദേശി എന്നിവർക്കും വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ നിന്നാണ് പഞ്ചായത്ത് അംഗത്തിന് രേഷ്മയുടെ നമ്പർ ലഭിച്ചത്. ബീഹാറിൽ അധ്യാപികയാണെന്നാണ് പരിചയപ്പെടുത്തിയിരുന്നത്. പണമോ സ്വർണമോ ലക്ഷ്യമിട്ടല്ല രേഷ്മ വിവാഹ തട്ടിപ്പുകൾ നടത്തിയെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. വിവാഹം കഴിച്ചവരിൽ നിന്ന് ആസൂത്രിതമായി പണം തട്ടാനുള്ള ശ്രമങ്ങളൊന്നും രേഷ്മ നടത്തിയിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പലരും താലി മാത്രമാണ് വിവാഹത്തിന് കെട്ടിയത്. സ്വർണ്ണമാല പോലും ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിച്ചവരിൽ നിന്ന് നിത്യ ചെലവിനും യാത്രയ്ക്കുള്ള പണവും മാത്രമാണ് ഇവർ വാങ്ങിയിരുന്നത്. ആഭരണങ്ങളെല്ലാം രേഷ്മയുടെ പക്കൽ തന്നെ ഉണ്ടായിരുന്നു. സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലാണ് ഒരേ സമയം പല വിവാഹ ജീവിതങ്ങൾ രേഷ്മ മുന്നോട്ട് കൊണ്ടുപോയത്. ബീഹാറിൽ അധ്യാപികയായിരുന്ന രേഷ്മ 2024 തിരിച്ച് കേരളത്തിലെത്തിയ ശേഷമാണ് 2 പേരെ വിവാഹം കഴിക്കുകയും 3 പേരെ വിവാഹം കഴിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തത്. യുഎസിൽ നഴ്സായ തൊടുപുഴ സ്വദേശി 2025 ഫെബ്രുവരി 19-നും വാളകം സ്വദേശിയെ മാർച്ച് 1-നും വിവാഹം കഴിച്ചു. കോട്ടയം സ്വദേശിയെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു. ആര്യനാടുള്ള പഞ്ചായത്ത് അംഗവുമായും തിരുമല സ്വദേശിയുമായ യുവാവുമായുള്ള വിവാഹം തീരുമാനിച്ചു. എല്ലാവരെയും മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴിയാണ് രേഷ്മ പരിചയപ്പെട്ടിരുന്നത്. വിവാഹം കഴിച്ച 2 പേരുമായും കോട്ടയം സ്വദേശിയുമായും ഒരേ സമയം നല്ല സൗഹൃദമാണ് രേഷ്മയ്ക്കുണ്ടായിരുന്നത്. രേഷ്മയുടെ അമ്മയും കുഞ്ഞും വാളകം സ്വദേശിക്കൊപ്പമാണ് താമസിക്കുന്നത്. രേഷ്മ കൂടുതലായും താമസിച്ചിരുന്നത് തൊടുപുഴയിലെ വീട്ടിലാണ്. തൊടുപുഴ സ്വദേശി വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളിൽ തിരിച്ച് വിദേശത്ത് പോയിരുന്നു. ഇയാളുടെ കുടുംബവുമായും അടുത്ത സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. രേഷ്മയെ 2 വീടുകളിലേക്കും കൊണ്ടാക്കിയിരുന്നത് കോട്ടയം സ്വദേശിയാണ്. ആര്യനാട്ടെ കല്യാണത്തിന്റെ തലേ ദിവസം ഇവർ തമ്മിൽ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അമ്പലം അടച്ചതിനാൽ നടന്നില്ല. ആര്യനാട്ടെ കല്യാണത്തിന് രേഷ്മയെ വെമ്പായത്ത് കൊണ്ടാക്കിയതും കോട്ടയം സ്വദേശിയാണ്. യാത്രാ ആവശ്യങ്ങൾക്കുള്ള പണം മാത്രമായിരുന്നു ഭർത്താക്കന്മാരിൽ നിന്ന് രേഷ്മ വാങ്ങിയിരുന്നത്. ബീഹാറിൽ ജോലിക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഇവർ വാളകത്തെ വീട്ടിൽ നിന്ന് പോയിരുന്നത്. കൃത്യമായ ഒരു സമയക്രമം തയ്യാറാക്കി ഇവർ ഭർത്താക്കന്മാരെയും കാമുകന്മാരെയും ദിവസവും വിളിച്ചിരുന്നു. വിവാഹങ്ങൾ നടത്തിയത് പണത്തിനു വേണ്ടിയല്ലെന്നും സ്നേഹത്തിനു വേണ്ടിയാണെന്നുമാണ് രേഷ്മയുടെ മൊഴി. പോലീസ് ആദ്യം ഇക്കാര്യം വിശ്വസിച്ചിരുന്നില്ലെങ്കിലും വിശദമായ അന്വേഷണത്തിൽ ഇത് സത്യമാണെന്നാണ് കരുതുന്നത്. തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ ഇനിയും തട്ടിപ്പ് തുടരുമെന്നുമാണ് രേഷ്മ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയും സിനിമയിൽ വരുന്ന കഥകൾ മെനഞ്ഞുമൊക്കെയായിരുന്നു രേഷ്മ തട്ടിപ്പ് നടത്തി വന്നിരുന്നത്. ഈ സംഭവ ദിവസം രാവിലെ വിവാഹത്തിനായി ആര്യനാട്ടെ ഓഡിറ്റോറിയത്തിലേക്ക് പോകുവാൻ നിന്ന രേഷ്മയെ പ്രതിശ്രുതപരനായ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ ആര്യനാട് പോലീസാണ് നാടകീയമായി അറസ്റ്റ് ചെയ്തത്. വിവാഹത്തിന്റെ തലേന്ന് ആര്യനാട്ടേക്ക് പോകുവാൻ രേഷ്മയെ വെമ്പായത്ത് എത്തിച്ചത് ഒരു യുവാവായിരുന്നു. ഇയാൾ ആരാണെന്ന ചോദ്യത്തിനുള്ള രേഷ്മയുടെ മറുപടി പോലീസിനെ പോലും അമ്പരപ്പിച്ചിരുന്നു. അടുത്ത മാസം ഞങ്ങൾ കല്യാണം കഴിക്കാനിരുന്നതാണ്. ആര്യനാട്ടെ ബന്ധുവീട്ടിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് അവനുമായി ഇറങ്ങിയത്. തന്റെ പ്രതിശ്രുത വധുവിനെ മറ്റൊരാളുമായുള്ള വിവാഹത്തിന് വേണ്ടിയാണ് താൻ കൊണ്ടുവന്നതെന്ന് അറിയാതെയായിരുന്നു ഈ യുവാവിന്റെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയും. ഒടുവിൽ പ്രതിശ്രുത വധു വിവാഹ തട്ടിപ്പിന് പിടിയിലായപ്പോൾ യുവാവ് അന്തമിടുന്ന കാഴ്ചയായിരുന്നു. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലാണ് രേഷ്മയുടെ തട്ടിപ്പുകളൊക്കെ ഓരോന്നായി പുറത്തു വന്നത്. 45 ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചായിരുന്നു പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത്. അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയുമായി വിവാഹ നിശ്ചയം നടത്തിയിരുന്നു. വിവാഹ തലേന്ന് ആര്യനാട്ടെത്തിയ രേഷ്മയെ സുഹൃത്തിന്റെ വീട്ടിലാണ് ഈ പഞ്ചായത്ത് അംഗമായ യുവാവ് താമസിപ്പിച്ചത്. രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പ്രതിശ്രുത വരനും ബന്ധുവും ഇവരുടെ ബാഗ് പരിശോധിച്ചതോടെയാണ് ഈ തട്ടിപ്പൊക്കെ പുറത്തായത്. വിവാഹ ദിവസം രാവിലെ രേഷ്മ ബ്യൂട്ടി പാർലറിൽ പോയ സമയം
ഈ സമയത്ത് തന്നെ നടത്തിയ പരിശോധനയിൽ മുൻപ് വിവാഹം കഴിച്ച രേഖകൾ അടക്കം കണ്ടെടുക്കുകയായിരുന്നു. തുടർന്നാണ് ഇവർ പോലീസിൽ വിവരം അറിയിച്ചത്. വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെയ് 29-നാണ് ആദ്യം കോൾ വന്നത്. രേഷ്മയുടെ അമ്മയാണെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ രേഷ്മയുടെ ഫോൺ നമ്പർ യുവാവിന് കൈമാറി. തുടർന്ന് ഇവർ പരസ്പരം സംസാരിക്കുന്നു. കഴിഞ്ഞ 4-ന് കോട്ടയത്ത് മാളിൽ ഇരുവരും പരസ്പരം കണ്ടുമുട്ടി. തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിന് അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ട് എന്നും രേഷ്മ ഈ യുവാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇതോടെ വിവാഹം നടത്താമെന്ന് യുവാവ് ഉറപ്പു നൽകി. തുടർന്നാണ് തിരുവനന്തപുരത്ത് വെമ്പായത്തെത്തിയ യുവാവ് വിവാഹത്തിനായി കൂട്ടിക്കൊണ്ടുപോയത്. ഗ്രാമപഞ്ചായത്ത് അംഗത്തെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് പ്രതിശ്രുത വരന്റെ പരാതിയിൽ ഈ പോലീസ് യുവതിയെ പിടികൂടിയത്. എന്നാൽ തട്ടിപ്പല്ല, സ്നേഹം തേടിയാണ് താൻ ഇത്രയേറെ വിവാഹങ്ങൾ ചെയ്തതെന്നാണ് ഈ യുവതി പോലീസിനോട് പറഞ്ഞിരുന്നത്. ഇതുവരെ 6 പേരെ മാത്രമാണ് താൻ വിവാഹം കഴിച്ചതെന്നാണ് ഈ രേഷ്മ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. സ്നേഹം തേടിയാണ് തുടരെ വിവാഹം കഴിച്ചത്. ഇതാണ് രേഷ്മയുടെ മൊഴി. ഇത് പോലീസ് ആദ്യം വിശ്വാസത്തിൽ എടുത്തിരുന്നില്ലെങ്കിലും പക്ഷേ ഇപ്പോഴുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് സത്യമായിരിക്കാമെന്നാണ് പോലീസ് ഇപ്പോൾ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. സ്വർണവും പണവും തട്ടലായിരുന്നു ലക്ഷ്യമെന്നൊക്കെയാണ് ആദ്യം പോലീസ് കരുതിയിരുന്നത്. പക്ഷേ ആ സമയത്തെ ചെലവുകൾക്കുള്ള പണം മാത്രമായിരുന്നു രേഷ്മ ഭർത്താക്കന്മാരിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതെന്നാണ് പോലീസ് ഇതുവരെ പറയുന്നത്. വിവിധ ജില്ലകളിലെ പുരുഷന്മാരായിരുന്നു രേഷ്മയുടെ തട്ടിപ്പിന് ഇരകളായിരുന്നത്. ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. ഈ പരസ്യം കണ്ട് ബന്ധപ്പെടുന്ന പുരുഷന്മാരോട് സിനിമാ കഥകളെ പോലും വെല്ലുന്ന കഥകൾ പറഞ്ഞായിരുന്നു ഇവർ വശത്താക്കിയത്. തുടർന്ന് പുരുഷന്മാർ തന്നെ മുൻകൈയെടുത്ത ഈ വിവാഹം നടത്തുകയും വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്നതുമായി സ്ഥലം വിടുകയുമായിരുന്നു രേഷ്മയുടെ രീതി. വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം മെയ് 29-നാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ തന്നെ ഇതിൽ നിന്നും ആദ്യം ഫോൺ കോൾ എത്തുന്നു. യുവതിയുടെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ജൂലൈ 5-ന് മകൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു ആവശ്യത്തിന് വരുന്നുണ്ടെന്ന് ഈ അമ്മ പറയുന്നു. തുടർന്നാണ് ഇവിടെ വെച്ച് ഈ രേഷ്മയുമായി ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. താൻ ദത്തെടുക്കപ്പെട്ട കുട്ടിയാണെന്നും അതുകൊണ്ട് അമ്മയ്ക്ക് ഈ വിവാഹത്തിന് താല്പര്യക്കുറവുണ്ടെന്നും രേഷ്മ ഈ യുവാവിനോട് പറയുകയാണ്. അതോടെയാണ് ഈ രേഷ്മ വിവാഹം കഴിക്കുവാൻ ഇയാൾ തയ്യാറാണെന്നുള്ളൊരു ഉറപ്പൊക്കെ നൽകുന്നത്. പിന്നീട് വിവാഹത്തിന്റെ ഒരുക്കങ്ങളായി. തുടർന്നാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വിവാഹം നടത്തുവാനായി തീരുമാനിച്ചത്. തുടർന്ന് രേഷ്മയെ യുവാവ് കൂട്ടിക്കൊണ്ടുവന്ന ഉഴമലയ്ക്കുള്ള ഒരു വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിപ്പിക്കുകയായിരുന്നു. വിവാഹ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് രേഷ്മ പറഞ്ഞ് ഇറങ്ങി. വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല. തുടർന്നാണ് ഇവർക്ക് സംശയം തോന്നുന്നതോടെ രേഷ്മയുടെ ബാഗ് പരിശോധിച്ചത്. അങ്ങനെയാണ് മുൻ വിവാഹങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയത്. 45 ദിവസം മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ ബാഗിലുണ്ടായിരുന്നു. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. CI അജീഷ്, SI വേണു എന്നിവരും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് വിവാഹ ഓഡിറ്റോറിയത്തിലേക്ക് പോകുവാൻ നിന്ന രേഷ്മയെ നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് 12 വിവാഹങ്ങൾ കഴിച്ചതായി രേഷ്മ വെളിപ്പെടുത്തിയത്. ആദ്യ വിവാഹം എന്ന് പറഞ്ഞാണ് രേഷ്മ മറ്റു വിവാഹങ്ങളും കഴിക്കാറുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.